الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിലെ പകുതി കഴിഞ്ഞു കടന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം നമ്മോട് വളരെ ഗൗരവതരമായ ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ റമളാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാണെങ്കിൽ, കഴിഞ്ഞുപോയ അത്രയും ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് സമ്പൂർണമായും ഉപകാരപ്പെടുമോ ഇല്ലയോ, നാളെ റബ്ബിൻ്റെ അടുത്ത് എനിക്കത് ഗുണമായി വരുമോ ഇല്ലയോ, ഈ ചോദ്യം നാം നമ്മോട് ചോദിക്കുകയും കഴിഞ്ഞ ദിവസങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളെ ഏറ്റവും ഗൗരവതരമായി കാണണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി, അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്: കുനാ നുഅല്ലിമു മഗാസിയൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലിമു അസ്സൂറത മിനൽ ഖുർആൻ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങൾ അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു.
ഞങ്ങളത് പഠിക്കുകയും നമ്മുടെ മക്കൾക്കും കൂടെയുള്ളവർക്കും അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഏതുപോലെ കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പങ്കെടുത്തതും അവിടുന്ന് അയച്ചതുമായ യുദ്ധങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കുമായിരുന്നു. ഇമാം സുഹരി രേഖപ്പെടുത്തിയൊരു വാക്ക്, ഫീ ഇൽമിൽ മഗാസി ഇൽമുൽ ആഖിറതി വദ്ദുനിയ, യുദ്ധത്തെക്കുറിച്ചുള്ള അറിവ് അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും നടത്തിയിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഐഹികവും പാരത്രികവുമായ അറിവ് നൽകുന്നതാണ് എന്നാണ്. അപ്പൊ വളരെ ഗഹനമായി ഗൗരവതരമായി കാണേണ്ട ഒന്നാണ് ഇസ്ലാമിലെ യുദ്ധങ്ങൾ. അത് കേവലം ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി അവിടെയുള്ള ആളുകളെ നിഷ്ഠൂരമായി വധിച്ച് അവരുടെ രാഷ്ട്രത്തലവനെ ഇല്ലാതെയാക്കി കൊണ്ട് നടത്തുന്ന ആധുനിക കിരാത യുദ്ധങ്ങൾക്ക് സമാനമല്ല. യാതൊരു നീതിയും യാതൊരു തന്മയത്വവുമില്ലാതെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ മനുഷ്യകുലത്തിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇസ്ലാം യുദ്ധം നടത്തിയത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ തകർക്കാനോ അവിടെയുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യാനോ അല്ല. സ്വതന്ത്രമായ പ്രബോധനത്തിന് തടസ്സമായി വരികയും ഇങ്ങോട്ട് ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രതിരോധം എന്ന നിലയിൽ ഇസ്ലാം യുദ്ധത്തിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം അത് പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ റമദാനിന്റെ 17ാമത്തെ ദിവസത്തിൽ നടന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ യുദ്ധം എന്ന നിലയിൽ മാത്രമല്ല, അതിനെ സമ്പൂർണമായി വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ധാരാളം ഗുണപാഠങ്ങൾ ആ യുദ്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികൾ യുദ്ധം പഠന വിധേയമാക്കുന്നു എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു, ശത്രുവിനെ എങ്ങനെ വകവരുത്തി എന്നതിനെ കുറിച്ചല്ല, മറിച്ച് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ വിശ്വാസവും അവരുടെ അർപ്പണബോധവും മതത്തോടുള്ള അവരുടെ താല്പര്യങ്ങളും അവരുടെ നേതാവിനോടുള്ള സമ്പൂർണമായ സമർപ്പണവും എല്ലാം പഠന വിധേയമാക്കുമ്പോൾ പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന മുൻഗാമികളുടെ പ്രയത്നത്തെ കൃത്യമായി മനസ്സിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിന് ഊർജവും ഭാവവും നൽകുവാൻ ശ്രമിക്കലാണ് ഇസ്ലാമിക യുദ്ധത്തിന്റെ അടിത്തറ. അവിടെയാണ് ബദർ യുദ്ധത്തെ പഠന വിധേയമാക്കേണ്ടത്. എന്തിനാണ് ബദർ യുദ്ധം? ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ചില ആളുകൾ അവരുടെ ഉദരപൂരണത്തിന് അവരുടെ കീശ വീർപ്പിക്കുവാൻ ബദർ യുദ്ധത്തെ മറയാക്കിക്കൊണ്ട് ധാരാളം ചെയ്തികൾ ചെയ്തു വെക്കുന്നുണ്ട്. അവർ പരസ്യമായി ജനങ്ങളോട് പറയുന്നുണ്ട്, എന്തിനാണ് ബദർ യുദ്ധം? ബദർ യുദ്ധം നമ്മൾക്ക് ബദർ ആണ്ട് നടത്താനാണ്, ബദറിന്റെ ചോറ് തിന്നാനാണ്, ബദർ മൗലിദ് നടത്താനാണ്, ബദർ മാല പാടാനാണ്, അങ്ങനെ തുടങ്ങി ബദരീങ്ങളുടെ സഹായത്തിന് വേണ്ടി ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ വിളിച്ചു തേടാനാണ്. അങ്ങനെ ബദർ പോരാളികൾ നടത്തിയ ആ യുദ്ധം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതോപാധിയായി മാറാനാണ് ബദർ യുദ്ധം നടന്നത് എന്ന വിഡ്ഢിത്ത വർത്തമാനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് എന്തിനായിരുന്നു ബദർ, ആ ബദറിന്റെ ഓരോ ഭാഗങ്ങളും എന്തായിരുന്നു എന്ന് ഞാനും നിങ്ങളും പഠന വിധേയമാക്കേണ്ടതുണ്ട്. ബദർ യുദ്ധത്തിന് വേണ്ടി അല്ലല്ലോ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബത്തിനെ കൂട്ടി, സഹാബത്തിനെ തെരഞ്ഞെടുത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പ്രദേശത്തേക്ക് യാത്ര തിരിച്ചത് യുദ്ധത്തിനായിരുന്നില്ല. വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ട ഒരു ഒന്നാമത്തെ പാഠമാണ്. ഒരു യുദ്ധത്തിനിറങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ ആയുധശേഷി കുറവാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അതെല്ലാം
ആയുധം ശത്രുവിനെ നേരിടാനുള്ള ആയുധശേഷി കുറഞ്ഞ ഒരു സമൂഹം കേവലം ഒരു കച്ചവട സംഘത്തെ അവരെ തടഞ്ഞു നിർത്താനും അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ഭീഷണിയാകാനും അത്രമാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്, എല്ലാം കൂടി വിശദീകരിക്കാൻ സാധ്യമല്ലല്ലോ. അവിടെയാണ് ആ സംഘം ഇവരുടെ വരവറിഞ്ഞു മാറിപ്പോകുന്നതും പിന്നീട് യുദ്ധത്തിലേക്ക് എത്തുന്നതും. പക്ഷെ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അങ്ങനെ ആയുധബലമില്ലാത്ത ആൽബലമില്ലാത്ത ഒരു സംഘം യുദ്ധത്തിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്ന ചിന്ത, എന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരാൾ കൃത്യമായും ആലോചിക്കുന്ന ഒരാലോചന ഇല്ല, സഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവരുടെ നേതാവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ഭാഗത്ത് അൻസാറുകൾ, മറുഭാഗത്ത് മുഹാജിറുകൾ, രണ്ട് വിഭാഗം ആളുകൾ മക്കയിൽ നിന്ന് കുടിയേറിപ്പാർത്ത, മക്കയിൽ നിന്ന് അഭയാർത്ഥികളായി അൻസാറുകളുടെ സഹായം കൊണ്ട് മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന മുഹാജിറുകൾ, മദീനക്കാരായ അൻസാറുകൾ, രണ്ട് വിഭാഗം ആളുകളോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അഭിപ്രായം ചോദിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? എന്തു ചെയ്യും? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു, നിങ്ങൾ അഭിപ്രായം പറയൂ. മഹാനായ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അതെ, മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നു. മുഹാജിറുകളുടെ പ്രതിനിധിയാണ്. സിദ്ദീഖുൽ അക്ബർ എഴുന്നേറ്റ് നിന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നബിയെ, അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടോ എങ്കിൽ യുദ്ധത്തിന് ഞങ്ങൾ സന്നദ്ധരാണ്. മാത്രല്ല നബിയെ, ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളിൽ നിന്നൊരൊറ്റ കുട്ടി പോലും പിന്നോട്ട് മാറി നിൽക്കില്ല. ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് ബനൂ ഇസ്രായേലുകൾ മൂസ നബിയോട് പറഞ്ഞതുപോലെ പറയില്ല, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ, നീ നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ ബനൂ ഇസ്രായേലിന്റെ നന്ദി കെട്ട വർത്തമാനം ഞങ്ങൾ പറയില്ല നബിയെ. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. വാളില്ലെങ്കിലും കുന്തങ്ങളില്ലെങ്കിലും ജീവിതത്തിൽ ആയുധ വിശകലനങ്ങളില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നബിയെ, നിങ്ങളും അല്ലാഹുവും ഇറങ്ങിക്കോ, ഞങ്ങളുണ്ട് പിന്നിൽ, ഞങ്ങൾ പാറ പോലെ നിങ്ങളുടെ പിന്നിൽ ഉറച്ചു നിൽക്കും നബിയെ. ഇത് പറയാൻ ഈമാനികമായ കരുത്തും നേതാവിനോടുള്ള ബന്ധവും ശക്തമാവണം. ബദർ യുദ്ധത്തിൽ നിന്ന് ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന ഊർജം അത് കേവലം ഒരു യുദ്ധത്തിന്റെ ഊർജമല്ല, കേവലം ഒരു ശത്രുവിനെ നേരിടുന്നതിന്റെ ഊർജമല്ല, മറിച്ച് ഈമാനികമായ കരുത്താണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അശീറു അലയ്യ അയ്യുഹന്നാസ്, അശീറു അലയ്യ അയ്യുഹന്നാസ്, അശീറു അലയ്യ അയ്യുഹന്നാസ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ജനങ്ങളെ എന്നോട് പറയൂ. അപ്പോ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അൻസാറുകളുടെ നേതാവാൻ, അദ്ദേഹം ചോദിച്ചു, നബിയെ, നിങ്ങൾ ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെയാണോ നബിയെ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അൻസാറുകളെ നിങ്ങൾ പറയണം, എന്ത് വേണം? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ആരാണ് അൻസാറുകൾ? വല്ലദീന ആവൗ വനസറു. എല്ലാവരെയും അഭയം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്ത ആളുകൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈമാൻ ഖൽബിൽ ഉറപ്പിച്ചു വെച്ച ആളുകൾ, അവരുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം എന്താ അറിയോ? നബിയെ, അങ്ങൊരാഴിയുടെ മുന്നിലേക്കാണ് പോകുന്നത്. ലദിസ്തഅറൽത ബിനൽ ബഹറ ലഖുൽനാഹു യാ റസൂലല്ലാഹ്. നബിയെ, ഒരു സമുദ്രത്തിന്റെ ആഴിയിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഞങ്ങളുണ്ട് അതിന്റെ പിന്നിൽ. ഞങ്ങളിൽ ഒരാളും പിന്നോട്ട് നിൽക്കില്ല. അതൊരു സമുദ്രമാണല്ലോ, അങ്ങോട്ട് ഇറങ്ങിയാൽ മുങ്ങിപ്പോകുമല്ലോ, ജീവന് ഭീഷണിയാണല്ലോ എന്ന ചിന്തയൊന്നും ഞങ്ങൾക്കുണ്ടാവില്ല നബിയെ. ഞങ്ങൾ ഇറങ്ങും. നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ മുന്നിൽ നടന്നാൽ പിന്നിൽ ഈ അൻസാറുകളുണ്ട് നബിയെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഈ സ്വഹാബത്തിന്റെ പ്രത്യേകത? എന്താണ്? ഇതല്ലേ വിശ്വാസികളെ നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്?
ഇന്ന് മുസ്ലിം സമുദായത്തിന് കൈമോശം വന്നത് ഈ ആർജവമല്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ, റസൂലുള്ളാഹിന്റെ കൽപ്പന വന്നാൽ ഒന്നിനെയും ഭയപ്പെടാതെ, ഒന്നിനെയും പേടിക്കാതെ, പരിണിതി എന്തൊന്നു നോക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങാനുള്ള, റസൂലുള്ളാഹിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങാനുള്ള കരുത്ത് മുസ്ലിം ഉമ്മത്തിന് നഷ്ടമായിട്ടില്ലേ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക പ്രയാസമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നാണല്ലോ. ബദറിലേക്ക് പോരാടാൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ബദറിലേക്ക് വന്നപ്പോൾ സഹാബികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് വിജയം. അത് അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ രണ്ടിൽ ഏറ്റവും എളുപ്പമായത് കിട്ടണമെന്നാണല്ലോ മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുക. അബൂ സുഫിയാനിന്റെ അയറിനെ തടുക്കാം, ശത്രുവിനെ നേരിടാം. രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതെന്തായാലും സംഭവിക്കണം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് കൊതിക്കുക പ്രയാസമില്ലാതെ രക്ഷപ്പെടാനായിരിക്കുമല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കാത്തത്, നമ്മൾ ചിന്തിക്കാത്തതായിരിക്കും അള്ളാഹു നടത്തുക. ബദറിൽ നടന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ لِيُحِقَّ الْحَقَّ وَيُبْطِلَ الْبَاطِلَ وَلَوْ كَرِهَ الْمُجْرِمُونَ. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ, രണ്ടിലൊരു സംഘത്തെ അത് നിങ്ങൾക്കായിരിക്കും, നിങ്ങൾക്ക് അധീനമാകും എന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ, എന്നാൽ കൂടുതൽ ശക്തി, ബലം പ്രയോഗിക്കാനുള്ളതല്ലാത്തത് നിങ്ങൾക്കായിരിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുകയും ചെയ്തിരുന്നു. وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ. അല്ലാഹു ആവട്ടെ തന്റെ കൽപ്പനാവാക്യങ്ങൾ മുഖേന യഥാർത്ഥത്തെ യഥാർത്ഥവൽക്കരിക്കുകയും അവിശ്വാസികളുടെ മുരടർക്കുകയും ചെയ്യുവാൻ അല്ലാഹു തീരുമാനിക്കുന്നു, ഉദ്ദേശിക്കുന്നു. لِيُحِقَّ الْحَقَّ وَيُبْطِلَ الْبَاطِلَ وَلَوْ كَرِهَ الْمُجْرِمُونَ. യഥാർത്ഥത്തെ യഥാർത്ഥമാക്കി സ്ഥാപിക്കുകയും അയഥാർത്ഥത്തെ അയഥാർത്ഥമാക്കി നശിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയത്രേ അള്ളാഹു തീരുമാനിച്ചത്. അത് കുറ്റവാളികളായ ആളുകൾക്ക് അനിഷ്ടമാണെങ്കിലും ശരി, അള്ളാഹു അത് നടത്തുക തന്നെ ചെയ്യും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ബദർ യുദ്ധത്തിന്റെ പ്രത്യേകത. അവിടെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സംഘമാണ്, കുറഞ്ഞ ആളുകളാണ്. പക്ഷേ അപ്പുറത്ത് വലിയ സംഘമാണ്, വലിയ ആയുധ ശേഖരങ്ങൾ അപ്പുറത്തുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നു, ഇന്നത്തോടെ ഒരു തീരുമാനമാക്കപ്പെടും. ആ തീരുമാനം റബ്ബ് നടപ്പിൽ വരുത്താൻ തീരുമാനിക്കുന്നു. അതിനാണ് ഈ ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായിരുന്നു അവിടെയുള്ള പ്രശ്നം? നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ? മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങളെ പുറത്താക്കിയതാണോ പ്രശ്നം? അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നമാണോ? എന്തായിരുന്നു പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാന വിഷയം എന്താ? ഒരൊറ്റ കാര്യം മാത്രമാണ്, ഒരൊറ്റ കാര്യമാണ്. എന്ത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമോ അതല്ല അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കണോ? ഇതായിരുന്നു അടിസ്ഥാന വിഷയം. ഈ വിഷയത്തിന്റെ പേരിലാണ് എല്ലാ ശത്രുതയും ഉണ്ടാക്കിയത്. ഇതിന്റെ പേരിലാണ് സമൂഹത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ബഹിഷ്കരണം ഏൽക്കേണ്ടി വന്നത്. ഇതിനു വേണ്ടിയാണ് മദീനയിലെത്തിയിട്ടും മദീനയിൽ വെച്ചും അവരെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ ബദർ യുദ്ധം ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തു. ആ ബദർ യുദ്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ കാണാം, രണ്ട് പ്രാർത്ഥനകൾ
ഒന്ന് ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു വരുമ്പോൾ അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്. അബൂജഹൽ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ചെന്ന് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ രക്കുന്നുണ്ട്. അള്ളാഹുവേ, ഈ വീടിന്റെ ഉടമസ്ഥനായ റബ്ബേ, ഇതാ രണ്ട് കക്ഷികൾ ഇവിടെയുണ്ട്. ആ രണ്ട് കക്ഷികളിൽ ഞങ്ങൾ പാരമ്പര്യമായി ഇവിടെ നിലനിൽക്കുന്നവർ നിനക്കറിയുമല്ലോ അല്ലാ. അതുകൊണ്ട് തന്നെ റബ്ബേ, ഈ വീടിന്റെ ഉടമസ്ഥനായ നാഥ, ആ രണ്ട് കക്ഷികളിൽ സത്യത്തിന്റെ കക്ഷിയായ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ, സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണേ എന്ന് അബൂജഹൽ അള്ളാഹുവിനോട് ദ്വാരക്കണം. മുന്നൂറിലധികം വരുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അവരോട് വിളിച്ചു തേടുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തുടങ്ങുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ മഹാന്മാരോട് ദുആ ചെയ്യുന്ന ആളുകളാണ് ബദർ യുദ്ധത്തിനിറങ്ങുമ്പോൾ അള്ളാഹുവിനോട് ദ്വാരക്കണം. എന്നാൽ ഇന്നത്തെ സ്ഥിതി മാറിയിട്ടുണ്ട് കേട്ടോ. അബൂജഹൽ ആ സന്ദർഭത്തിൽ അള്ളാഹിനോട് ദ്വാരുന്നെങ്കിൽ ഇന്നത്തെ ആളുകൾ പ്രതിസന്ധി ഘട്ടത്തിലും ബദരീങ്ങളെയാണ് വിളിക്കണത്. അപ്പൊ ഇവരാരെ കേമൻ നോക്കിയാൽ മതി. ഇവരെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല ആള്, ഏറ്റവും കേമൻ ആരാണ് നോക്കുക. അവിടെ അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന, രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർന്നിരിക്കുന്നു, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരക്കുന്നു, അല്ലാഹുവേ, എന്റെ കൂടെ വന്നവർ പട്ടിണിക്കാരാണ്, കൃത്യമായി ഒരു നല്ല ഭക്ഷണം കഴിക്കാനില്ലാത്തവരാണല്ല. എന്റെ കൂടെ വന്നവർ വസ്ത്രം ധരിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാനില്ലാത്തവരാണല്ല. അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, അവർക്ക് നീ വസ്ത്രം കൊടുക്കണേ. അല്ലാഹുവേ, പാവങ്ങളാണ് റബ്ബേ, ഞാൻ നിന്നോട് ദുആ രക്കുകയാണല്ല. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ഫിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർള്. അല്ലാഹുവേ, ഈ എന്റെ കൂടെ വന്ന ആളുകൾ അവർ ഈ ബദറിന്റെ പോരാട്ട ഭൂമിയിൽ വെച്ച് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കാൻ ആരും ഉണ്ടാകില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി സകല നേത്രങ്ങളോടെ അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്നു. സിദ്ദീഖുൽ അക്ബർ ഓടി വന്നു. അവിടുത്തെ കൈകൾ ഉയർന്നിട്ട് വസ്ത്രം നിലത്ത് വീണു പോകുന്നു. ഓടി വന്ന് ആ വസ്ത്രം നേരെ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നബിയെ, അവസാനം നിർത്തൂ നബിയെ, അള്ളാഹുവിനോടുള്ള സങ്കടം മറച്ച് നിർത്തൂ നബിയെ, അള്ളാഹു അപമാനിക്കില്ല നബിയെ, അള്ളാഹു വാഗ്ദത്തം അള്ളാഹു തരും നബിയെ, സങ്കടപ്പെടല്ലേ നബിയെ. നിങ്ങൾ ആലോചിച്ചൊക്കെ രണ്ട് പ്രാർത്ഥനകളാണ്. ഇതാണ് ശരിക്ക് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചത്. പക്ഷെ അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടണമെന്ന് പറയുമ്പോൾ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന കാണാം, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. നിങ്ങൾക്ക് തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് അള്ളാഹു സഹായിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം വേണോ? അള്ളാഹുവിന്റെ സഹായം വേണോ? ബദർ പോരാളികൾക്ക് അവിടെ വെച്ച് കിട്ടിയ ഒരു 3 സഹായം ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു മഴ കൊടുത്തു. 2 അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു മയക്കം കൊടുത്തു. 3 അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിക്കൊണ്ടവരെ സഹായിച്ചു. എന്താണ് കാരണം എന്നറിയോ? അവർ അള്ളാഹുവിന് വേണ്ടി ഉറച്ചു നിന്നത് കൊണ്ടാണ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നത് കൊണ്ടാണ് അവർക്ക് ആ സഹായം ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബദർ പോരാട്ടത്തെ കൃത്യമായി അടയാളപ്പെടുത്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ,
അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വിശ്വാസികളിലെ എല്ലാ വിഭാഗവും ഒത്തുചേർന്ന യുദ്ധം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവിടെ ചെറിയ പ്രായമുള്ള കുട്ടികൾ മുതൽ യുവാക്കൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഒരുമിച്ച് ചേർന്ന സംഘം. ആ ചെറിയ കുട്ടികൾക്ക് ശക്തമായ നിർദ്ദേശം കൊടുത്ത് അവിടേക്ക് പറഞ്ഞയച്ച അവരുടെ ഉമ്മമാരാകുന്ന സ്ത്രീകൾ. സാധാരണ ബദർ യുദ്ധം വായിക്കുമ്പോൾ അത് പുരുഷന്മാരെ കുറിച്ച് മാത്രമുള്ളതായി മാറും. എന്നാൽ അവിടെ ചില സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളും അവരുടെ മക്കളും ബദർ യുദ്ധത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ബദർ യുദ്ധം നടന്ന മദീനയിലെ ബദറിലേക്ക് ചെന്നാൽ അവിടെ ഖബർസ്ഥാൻ 14 ആളുകളെ മറമാടിയിട്ടുണ്ട്. അവിടെ ഇന്ന് ബദറിന്റെ ചുറ്റുഭാഗത്ത് മരിക്കുന്ന ആളുകളെ മുഴുവനും മറമാടുന്ന അവിടെ തന്നെയാണ്. ആ ബദറിലെ ഖബർസ്ഥാനിന്റെ മുന്നിൽ ഒരു സ്തൂപം വെച്ചിട്ടുണ്ട്. അവിടെ 14 ആളുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ 14 ആളുകളിൽ ഒന്നാമത്തെ പേരുകാരൻ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള പ്രവാചകന്റെ സ്വഹാബി വര്യന്മാരെ പരിശോധിക്കുമ്പോൾ ഉമൈർ ഇബ്നു അബി വഖാസിന്റെ പ്രായം 16 വയസ്സാണ്. പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി തന്റെ ജീവൻ ബലിദാനം കൊടുക്കുമ്പോൾ, തന്റെ ജീവൻ അർപ്പിക്കുമ്പോൾ ഉമൈർ ഇബ്നു അബി വഖാസിന്റെ പ്രായം 16 ആണ്. ആ മകനെ ബദറിലേക്ക് പറഞ്ഞുവിടാൻ ധൈര്യം കാണിച്ച ആ ഉമ്മയുടെ മനസ്സ് കാണാൻ പറ്റുമോ നമുക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി സ്വന്തം മക്കൾ പോകട്ടെ എന്ന് പറയാൻ മനസ്സില്ലാത്ത ഉമ്മമാരുടെ മുന്നിൽ ബദർ യുദ്ധത്തിലെ ഒന്നാമത്തെ ഷഹീദ് എന്ന പേരിൽ എഴുതി വെച്ചിട്ടുള്ള ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 16 ആണ്. മരിക്കുമ്പോൾ, ഷഹീദാക്കപ്പെടുമ്പോൾ അദ്ദേഹം യുദ്ധത്തിലേക്ക് വരുന്ന സംഭവങ്ങളൊന്നും വിശദീകരിച്ച് പറയാൻ ഖുത്ബ കൊണ്ട് സാധ്യമല്ലല്ലോ. ആ പേരിങ്ങനെ വായിച്ചു വരുമ്പോൾ മറ്റൊരു പേരുകാരനുണ്ട്, ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു 18 വയസ്സാണ്. ബദറിൽ ഷഹീദാക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹത്തിന്റെ ഉമ്മ തന്റെ മകനെ യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ ഉമ്മക്ക് താങ്ങും തണലുമായി ആ മകനല്ലാതെ വേറൊരാളില്ല. ജീവിതത്തിൽ തന്റെ മകന് ലഭിക്കുന്ന സുവർണാവസരം ഉപയോഗപ്പെടുത്താൻ ആ ഉമ്മ തീരുമാനിക്കുകയാണ്. ബദർ യുദ്ധത്തിന് പോയ മകൻ തിരിച്ചു വന്നില്ല. എല്ലാവരെയും കാത്തിരിക്കുമ്പോൾ ആ മകൻ മാത്രം കാണുന്നില്ല, തന്റെ മകനെ കാണുന്നില്ല. സങ്കടപ്പെട്ട് ആ ഉമ്മ തീരുമാനിച്ചു, തന്റെ മകൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയിരിക്കുന്ന ആ ഉമ്മയുടെ അടുത്തേക്ക് റസൂലുള്ളാഹിന്റെ ദൂതൻ വരുന്നു. നിങ്ങളുടെ മകൻ മരിച്ചിരിക്കുന്നു, ഷഹീദായിരിക്കുന്നു. കണ്ണുനീരോടുകൂടി നടക്കാൻ പോലും പ്രയാസമുള്ള ആ ഉമ്മ നടന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലെത്തി. എന്നിട്ട് പ്രവാചകനോടൊരു ചോദ്യം. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരുടെ മുന്നിൽ ബദർ യുദ്ധത്തിന്റെ സംഭവം പറയുമ്പോൾ, ബദർ യുദ്ധത്തിന്റെ സന്ദേശം പറയുമ്പോൾ ഈ വിഷയം, ഈ വാക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ആ ഉമ്മ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, എൻ്റെ മകൻ ഷഹീദായി എന്ന് വിവരം കിട്ടിയിരിക്കുന്നു. പക്ഷെ എനിക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ മകന് സ്വർഗം കിട്ടുമോ നബിയെ? എൻ്റെ മകൻ സ്വർഗത്തിലാകുമോ നബിയെ? കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമ്മ ഹാരിസ, ഏ ഹാരിസയുടെ ഉമ്മ, ഇന്നഹാ ജിനാൻ, നിന്റെ മകന് സ്വർഗങ്ങൾ അല്ലാഹു നൽകുന്നു. മാത്രമല്ല അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടപ്പോൾ 2 കൈ കൊണ്ടും തന്റെ കണ്ണുനീര് തുടച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ ഉമ്മ അള്ളാഹിനോട് ദുആ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, എൻ്റെ മകന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിച്ച അല്ലാഹുവേ, ഈ വൃദ്ധയായ എനിക്കും കൂടി സ്വർഗം തരണേ അല്ലാ. എൻ്റെ മകന്റെ കൂടെ സ്വർഗത്തിലെത്താനുള്ള അവസരം നീ എനിക്കും തരണേ അല്ലാ എന്ന് ദുആ ചെയ്തു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, നമ്മുടെ മക്കളെ കൊണ്ട് അള്ളാഹുവിന്റെ
ദീനിന് ഗുണമുണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന വലിയ സന്ദേശം ബദർ യുദ്ധം നമുക്ക് നൽകുകയാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഇബറത്തുകളിലൂടെ, പാഠങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ബദർ യുദ്ധം. കേവലം ഒരു പോരാട്ടം മാത്രമല്ല, അതിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഗൗരവതരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധം കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്ന വിഷയത്തിന് വിരുദ്ധമായി ബദരീങ്ങളെ തന്നെ വിളിച്ചു തേടുന്ന കഥ, ബദരീങ്ങളെ തന്നെ വിളിച്ചു തേടുന്നു. ബദരീങ്ങളെ നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ ബദരീങ്ങൾ കേൾക്കും, അവർ ഉത്തരം നൽകുമെന്ന ബാലിശമായ, ഒരിക്കലും സാധ്യമല്ലാത്ത മഹാവിഡ്ഢിത്തമായ ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കുന്ന ആശയമാണ് ബദറിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞാൻ ഒറ്റ വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 265 ബദരീങ്ങളാണ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തത്. ബദറിൽ പങ്കെടുത്ത 265 ആളുകൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയം കിട്ടി. പിന്നീട് കാണുന്നത് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പിന്തിരിഞ്ഞോടുന്നു. അവരൊക്കെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ജബലുർ റുമാത്തിന്റെ പിന്നിൽ അവർ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരം ഇവിടെ ബദർ പോരാളികൾക്കറിയില്ല. ആ ഒരു മലയുടെ തൊട്ടപ്പുറത്ത് നടക്കുന്ന കാര്യം പോലും ഇപ്പുറത്ത് നിൽക്കുന്ന ബദരീങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഖാലിദ് ബിൻ വലീദിന്റെ സംഘം മുകളിലൂടെ കടന്ന് ജബലുർ റുമാത്തിലുള്ള ആളുകളെ കൊന്ന് പിന്നീട് ശക്തമായ പോരാട്ടം ഉണ്ടാക്കി. ആ പോരാട്ടത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത്. ബദർ യുദ്ധത്തിന്റെ ഫസ്റ്റ് വിജയം സമ്മാനിക്കുമ്പോൾ അവിടെ എതിരുണ്ടായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു അതാ വഹ്ശി തന്റെ ചാട്ടുളിയുമായി തന്നെ കാത്ത് ആ മലയുടെ അപ്പുറത്തെ ഭാഗത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന കണ്ണ് കാണാൻ മഹാനായ ഹംസ റളിയല്ലാഹു കഴിഞ്ഞില്ല. അതറിയാൻ ഹംസ റളിയല്ലാഹു കഴിഞ്ഞില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇടനെഞ്ച് തകർത്ത് ആ വഹ്ശിയുടെ ചാട്ടുളി കടന്നുപോയി. യുദ്ധം പ്രകമ്പനം കൊണ്ടു. ആളുകൾ പേടിച്ചോടി. പ്രവാചകന്റെ സ്വഹാബികൾ 4 ഭാഗത്തേക്കും ഓടി. ചില ആളുകൾ ഉഹദിന്റെ മുകളിലൂടെ കടന്ന് മദീനയിലേക്ക് പോയി. അപ്പൊ അള്ളാന്റെ റസൂൽ ഇവിടുന്ന് വിളിക്കുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ, ജനങ്ങളെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ കൊല ചെയ്യപ്പെട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. എന്നിട്ട് വിളി ആരും കേട്ടില്ല. 265 ബദരീങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കണം, ആരും കേട്ടില്ല, അവരാരും കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ മല കയറിപ്പോയ സന്ദർഭം, നിങ്ങളുടെ പിന്നിൽ നിന്ന് പ്രവാചകൻ നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കേട്ടില്ല. എന്നാൽ ഇന്ന് ബദറിന്റെ അനുസ്മരണമായി, ബദറിന്റെ ആണ്ടായി നമ്മുടെ നാട്ടിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുമ്പോൾ ബദരീങ്ങൾ ഇവിടുന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യുമെന്ന വ്യക്തിത്വം പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ തറക്കുന്ന വാദമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ബദർ അള്ളാഹുവിന്റെ ദീനിനെ സ്ഥിരപ്പെടുത്താനും ശത്രുവിനെ താക്കീത് കൊടുക്കാനുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തെ കൃത്യമായി അള്ളാഹുവിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടാണ്, കേരളത്തിനകത്തും പുറത്തുമുള്ള പള്ളികൾക്കുള്ള സഹായം നൽകാനുള്ള ഒരു ഫണ്ടാണ്. പരിശുദ്ധ റമദാനിൽ വളരെ ഭംഗിയായി വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണ്, സമയമാണ്, സന്ദർഭമാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് ആ സംരംഭത്തിന് സഹായം നൽകണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായി ഇതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹുക്ക് സഹായവും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. എല്ലാ അക്രമികളെയും അള്ളാഹു കൈകാര്യം ചെയ്യുമാറാവട്ടെ. എല്ലാത്തരം അക്രമികളെയും അള്ളാഹു കൈകാര്യം ചെയ്യുമാറാവട്ടെ. എല്ലാത്തരം അക്രമികളെയും അള്ളാഹു കൈകാര്യം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.